എപ്പോഴും ഒരു സോയൂസ് അല്ലെങ്കിൽ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ ISSൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണ് എന്നറിയാമോ? ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യം വഷളായാൽ, അവിടെ ചികിത്സ സാധ്യമാകാതിരുന്നാൽ 5 മണിക്കൂറിനുള്ളിൽ ഭൂമിയിൽ എത്തിക്കുന്ന സംവിധാനം. ഇത് ലാൻഡ് ചെയ്യുക കസാക്കിസ്ഥാനിലാണ്. അപ്പോൾ ബഹിരാകാശ യാത്രയിൽ ഒരു ഡോക്ടർ ഇല്ലേ എന്ന ചോദ്യം വരും. പൂർണ്ണമായ തയ്യാറെടുപ്പുകളോടെ തന്നെയാണ് എല്ലാ ബഹിരാകാശ യാത്രികരും ISSൽ എത്തുക. യാത്രയ്ക്ക് മുൻപ് തന്നെ എല്ലാ തരത്തിലുള്ള പ്രഥമ ശുശ്രൂഷ പരിശീലനവും ഇവർ സ്വയം നേടിയിരിക്കും. കൂടാതെ ISSൽ ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളുമുണ്ട്. സാധാരണയായി എല്ലാ ദൗത്യങ്ങളിലും ഒരു ബഹിരാകാശ യാത്രികനെ ഒരു ക്രൂ മെഡിക്കൽ ഓഫീസറായി നാമനിർദ്ദേശം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേക പരിശീലനം നൽകും. എന്നാലും അദ്ദേഹം ഒരു ഡോക്ടർ ആയിരിക്കണമെന്നില്ല. കൂടാതെ വേദന സംഹാരികൾ, ആന്റിബയോട്ടിക്കുകൾ, അലർജിക്കുള്ള മരുന്നുകൾ, പോർട്ടബിൾ അൾട്രാസൗണ്ട് ഉപകരണം, ഡിഫ്രിബിലേറ്റർ, അതായത് ഹൃദയമിടിപ്പ് കൃത്യമാക്കാൻ സഹായിക്കുന്ന ഉപകരണം, CPR ഉപകരണങ്ങൾ, ഇതെല്ലാം ബഹിരാകാശ യാത്രികരുടെ മെഡിക്കൽ കിറ്റിലുണ്ടാകും. ISSൽ കഴിയുന്നവർക്ക് ഗുരുതരാരോഗ്യ പ്രശ്നം നേരിടുകയാണെങ്കിൽ നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള തത്സമയ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ വഴി ഡോക്ടർമാരുടെ ടെലിമെഡിക്കൽ സഹായവും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിദഗ്ധ ഡോക്ടർമാർ ഇവർക്ക് നിർദ്ദേശങ്ങളും നൽകും. നമുക്കറിയാം, ഇന്ത്യൻ വ്യോമസേന ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ആക്സിം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായ പരീക്ഷണങ്ങളുണ്ട്. ബഹിരാകാശ യാത്രികർ ISSൽ മാസങ്ങളോളം ചിലവഴിച്ചാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. എന്നാൽ ചിലർക്ക് ബഹിരാകാശ നിലയത്തിൽ വളരെ കൂടുതൽ കാലം ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും സംഘവും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത്. ഏകദേശം 608-ലധികം ദിവസമാണ് അവർ ബഹിരാകാശത്ത് കഴിഞ്ഞത്. ഈ മാസം വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 20-ലധികം രാജ്യങ്ങളിൽ നിന്ന് 280-ലധികം ബഹിരാകാശ യാത്രികരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ചത്. ഈ അവസരത്തിൽ ബഹിരാകാശത്തുള്ളവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഒരു ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യം വഷളായാൽ, അവിടെ ചികിത്സ സാധ്യമാകാതിരുന്നാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനമാണ് നേരത്തെ ബഹിരാകാശ യാത്രികനെ അടിയന്തരമായി ഭൂമിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത്. അതിനാണ് ഒരു സോയൂസ് അല്ലെങ്കിൽ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ ISSൽ ഡോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 3 മുതൽ 5 മണിക്കൂറിൽ ബഹിരാകാശ യാത്രികനെ ഭൂമിയിൽ എത്തിക്കും. കസാക്കിസ്ഥാനിലാണ് ഇത് സാധാരണ ലാൻഡ് ചെയ്യുക. അവിടെ നിന്ന് രോഗി ഉടൻ തന്നെ നാസയുടെയോ റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിക്കും. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഒരു ബഹിരാകാശ യാത്രികനെയും ഇത്തരത്തിൽ കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.